ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ തന്നെ എല്ലാവരും പുൽക്കൂടൊക്കെ കാണാൻ പോവുകയാണേ. ആദ്യം നമ്മൾ പോയത് അമരവള അടുത്തുള്ള ഇതാണ്. അടിപൊളിയായിരുന്നു മക്കളെ. എൻ്റെ പാട്ടൊക്കെ ഇട്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, കണ്ടു നിൽക്കാൻ തന്നെ തോന്നും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എൻട്രി കയറാൻ വേണ്ടി മെയിൻ കാരണം ഈ ഡാൻസ് കളി, ഈ പാട്ടൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. മിക്ക ആൾക്കാരും ഈ ഡാൻസ് കണ്ടിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറുന്നത്. കാരണം അത് കണ്ടു നിന്ന് പോവും. കാരണം കുട്ടികളായിരുന്നാലും എല്ലാവരും ഈ പാട്ടൊക്കെ എന്ത് ചെയ്യും, ഈ ഡാൻസ് കണ്ടു നിന്നിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഇതിനേക്കാളും വെറൈറ്റി കാണും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെയായിരുന്നു കേട്ടോ. വലിയ പുൽക്കൂട് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഇവിടെയാണേ. 50 രൂപയായിരുന്നു ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറി. എല്ലാം ജീവനുള്ളതായിരുന്നു. ഈ വലിയ നമ്മുടെ സ്വരൂപങ്ങളൊക്കെ പോയിട്ട് ബാക്കിയെല്ലാം എന്താണ് ജീവനുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ആട്, പശു, അങ്ങനെയൊക്കെ എല്ലാം ജീവനുള്ളതായിരുന്നു. മൊത്തം സ്നോയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ. 50 രൂപയ്ക്ക് ഇത് വെർത്താണെന്ന് ചോദിച്ചാൽ വെർത്താണ്. കാരണം ഫ്രണ്ടിലത്തെ ഡാൻസ് കണ്ടില്ലേ, അടിപൊളിയായിരുന്നു അത്. ഒരുപാട് ലൈറ്റ് വെച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ നമ്മൾ വെള്ളക്കുതിര, ഇതിൻ്റെ അടുത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മാലാഖയാണ്. എന്ത് ക്യൂട്ടാണ് നോക്കി, അടിപൊളിയല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. പിന്നെ നമ്മുടെ വലിയ സ്വരൂപമാണ്, അത്യാവശ്യം നല്ല വലുതാണ്. പിന്നെ നമ്മുടെ പശു, അതുകൊണ്ട് മറിയം. ഞാൻ ഇത് ഉണ്ണീശു ഇത് എവിടെയാണ് നാണ്ടടത് കയ്യിലിരിക്കുകയാണ്. ഞാൻ ആദ്യം അവിടെ നോക്കി കാണാനില്ല. പിന്നെ നോക്കിയെടുത്ത് എന്ത് കുഞ്ഞാട്, ചെമ്മരി ആടാന്നാണ് വിചാരിച്ചത്. ചെമ്മരി ആടല്ലെന്ന് തോന്നുന്നു. ഹൈറ്റ് കുറവാണ് ഈ ആടിനെ. അപ്പോൾ ആദ്യം എൻ്റെ മോൻ്റെ അടുത്തൊക്കെ ഇറങ്ങി പോയി ആടിനെ തൊടുന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ അതിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല. ഭയങ്കര പേടിച്ചോടി എന്ത് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. ആൾ താഴെ നിൽക്കുന്നതേ പുണ്യമായിരുന്നു. പക്ഷേ ആട് നല്ല ക്യൂട്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ പോയി എന്ത് ചെയ്തു കളിച്ച് ഇണങ്ങിയൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. പിന്നെ കുറേ കഴുതകൾ, 3 ഐറ്റം കഴുതകളുണ്ടായിരുന്നു. പിന്നെ ഒട്ടകം, ഒട്ടകത്തിൻ്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ഇനി വല്ല ഇടിയെല്ലാം കിട്ടിയാലോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഒട്ടകത്തിൻ്റെ അടുത്തൊന്നും പോയില്ല കേട്ടോ. പിന്നെ കുതിര, അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം ഒരു വലിയ സ്റ്റാർ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നേ. പിന്നെ നാണ്ടടാ ബ്ലാക്ക് സാന്റാക്ലോസ്, ഇത് റെഡ് മാറി ഇപ്പോൾ ബ്ലാക്കായോ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് നമ്മൾ പോയി ഇതൊരു ഗുഹയ്ക്കകത്തോട്ടാണ്. ഞാൻ വിചാരിച്ച മറ്റേ പ്രേതങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ മോൻ്റെ അടുത്ത് സാന്റാക്ലോസ് ഹായ് കൊടുക്കുകയാണ്. അവൻ മൈൻഡ് ചെയ്തില്ല, ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഒരു മിനിക്കിൻ്റെ ഒരു സ്നോ ആണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈ ലൈറ്റിൻ്റെ അകത്തൂടെ നല്ല എന്താ പറയുക ഗ്ലിറ്റർ ഫീലായിട്ടുള്ളൊരു ഒരു മിനിക്ക് പോലെ കണ്ട ഇതേപോലെയായിരുന്നു. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അടുത്തതായി നമ്മൾ വീണ്ടും അങ്ങോട്ട് നടന്ന് പോയപ്പോൾ 2 സാന്റാക്ലോസ് നിൽക്കുന്നു, യെല്ലോയും ഗ്രീനും. അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം നമുക്ക്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നാണ്ടടാ റോസ് സാന്റാക്ലോസ് വന്നു. ഇവരൊക്കെ വെറൈറ്റി ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അടുത്ത് നമ്മൾ പോയത് ദാണ്ടട ഈ വലിയ കോഴിയുടെ അടുത്താണ്. ഇത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റൊക്കെ നിന്ന് ഡാൻസൊക്കെ അടിപൊളിയായിട്ട് കളിക്കുമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അടുത്ത് പോയി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. എന്തോ പെട്ടെന്ന് എൻ്റെ അടുത്ത് പോയപ്പോൾ വേണ്ടെന്ന് തോന്നിയായിരുന്നു. ഞാൻ അടുത്തുണ്ടായിരുന്നു മോൻ്റെ അടുത്ത്. പിന്നെ അവൻ പെട്ടെന്ന് പേടിച്ച് എന്ത് ചെയ്ത് കരഞ്ഞ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അവിടെ പെട്ടെന്ന് ഇറങ്ങി. ആൾക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി. എന്തു പറയാം, വേണ്ട എന്നുള്ള രീതിയായിപ്പോയി. ആദ്യം അല്ല, ഈ ഒരു ആക്ഷനൊക്കെ എടുക്കുമ്പോൾ ആളെന്ത് ചെയ്ത്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് നിൽക്കണമെങ്കിൽ ആൾക്ക് നല്ല പേടിയെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ച ആൾ നല്ല ധൈര്യശാലിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാടാ, നല്ല പേടിയായിരുന്നു. പിന്നെ ഈ ഒരു ആക്ഷനിലൂടെ അവൻ കരഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് അവിടെ നിന്ന് മാറിയായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് എന്ത് ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊരു അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ദാണ്ടടാ ക്രിസ്മസ് ട്രീ. പിന്നെ ഈ സ്നോയുടെ ഒരു സെക്ഷനിലോട്ട് പോയേ. അവിടെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്നോയും ബബിൾസും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റം ബബിൾസൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് വരും ബബിൾസ്. പക്ഷെ എന്നാലും വരുന്ന സമയത്ത് കളിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, അവിടെ നിന്നൊക്കെ പോയി അമരവളയിൽ ഇതിൻ്റെ ഭാഗത്തൊക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ എന്ത് ചെയ്തു, ഒരു വലിയ സ്നോമാനൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് ഇറങ്ങി. അടുത്ത് നമ്മൾ പോയത് മലേക്കട. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ വിചാരിച്ച് കാണാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ പറഞ്ഞു ഇപ്പം നിന്നാൽ നാളെ നിങ്ങൾക്ക് കാണാം അങ്ങനെ പറഞ്ഞു. കാരണം 1 മണി വരെയുള്ള ടോക്കൺ അതിൻ്റെ അകത്ത് ഓൾറെഡി ഫില്ലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. നിന്നിട്ടും കാര്യമില്ലല്ലോ, ആ ടൈം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, വഴിയിൽ അടിപൊളി എന്ത് ചെയ്തു, ഡാൻസും ഒരുപാട് എടുത്തത് എന്ത് ചെയ്തു, പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പോണ വഴിക്കുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ചെറുവാരക്കുണത്ത് അടിപൊളി എന്താ പറയുക, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇത് നല്ല രസമുണ്ട്. അതിൽ ഒരാൾ പെണ്ണിൻ്റെ വേഷം ഇട്ടിട്ടാണ് കേട്ടോ ഡാൻസ് കളി, എല്ലാ വർഷവും ഉണ്ടത്. അത് പക്ഷേ പ്രത്യേക ഒരു ഭംഗിയാണ്, കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ നിൽക്കും. നാണ്ടടാ അവിടെ എത്തിയപ്പോഴും നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് കണ്ടോ, അടിപൊളിയല്ലേ ഈ ലൈറ്റൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വന്നിട്ടില്ലായിരുന്നു. വേറെ കുറേ സ്ഥലങ്ങൾക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ അകത്ത് ഇത്രയും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അല്ലേ, വേറെയും പരിപാടികളൊക്കെ കാണുമെന്ന് പറഞ്ഞാണ് അകത്തോട്ട് കയറിയത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഈ ട്യൂബ് പോലെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, അതിനെന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാരണം എന്താ പറയുക, വീട്ടിൽ കൊണ്ടുവന്ന് വച്ചാൽ വരെ എനിക്ക് തോന്നിയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ വേറെ പരിപാടിയൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു എന്തോ ഉണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റാக സൂം ചെയ്തിട്ട് കിട്ടിയിട്ടില്ലായിരുന്നേ. പുൽക്കൂട് അങ്ങനെയൊന്നും അവിടെ ഞാൻ കണ്ടില്ല. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അതാണ് മെയിൻ അവിടെ ഉണ്ടായിരുന്നത്. എന്താ പറയുക, ഒരു പള്ളിയുടെ സൈഡ് ഫുള്ള് എന്താ പറയുക, അതിൻ്റെ താഴോട്ട് എല്ലായിടും എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് വെറൈറ്റി കളക്ഷൻ പോലെ എന്ത് ചെയ്തു, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. അപ്പം തന്നെ ഒരുപാട് സമയം, ഒരു 9:30-10:00 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റായ പാനിപൂരി കഴിക്കാനാണ്. എനിക്കും ഇഷ്ടം, കുഞ്ഞിനും ഇഷ്ടം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാനിപ്പൂരിയൊക്കെ വാങ്ങി നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.